എന്തുകൊണ്ട് അമ്മായിമ്മ ശരിയല്ല, എന്തുകൊണ്ട് ഭർത്താവിന്റെ പെങ്ങൾ ശരിയല്ല, മറ്റുള്ള കൂട്ടുകാർ ശരിയല്ല? ഇവര് കണ്ടെത്തുന്ന ഒരു വിദ്യയാണത്. ഇവർക്ക് സ്വന്തമായി കിട്ടണം. അങ്ങനെ വളച്ചു കൂട്ടി കിട്ടിയിട്ട് ഇങ്ങനെ അടുക്കിട്ട് ഇങ്ങനെ ഒട്ടിക്കുക, കൊണ്ടുവന്ന് കംപ്ലീറ്റ് മേടിച്ചിരിക്കുക, വേണ്ടാന്ന് തോന്നുന്ന ഒറ്റ തള്ളി ഓ അതിന് ഇവര് ന്യായങ്ങൾ ഇവര് കണ്ടെത്തും. അത് ഏത് വിധേനി നമ്മൾ ഇത്ര കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മള് വടി പിടിച്ച് നടക്കുക, പിരാന്തനെ ടെൻഷൻ തല ചൊറിഞ്ഞിട്ട്, എന്നിട്ട് കള്ളു കുടിക്കുക, ബോധം മരണവരെ കള്ള് മേടിച്ചു കുടിക്കുക, കായില്ലെങ്കിൽ മറ്റുള്ളവന് കടം മേടിച്ചു കുടിക്കുക, എന്തിനു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അയാൾ എന്തായിക്കോട്ടെ 3 നേരം നല്ല ശുഭശീലായിട്ട് തിന്നാൻ നിന്നില്ലേ, ഇട്ടുകൊടുക്കുന്ന വസ്ത്രം, ഒരു പെരുന്നാൾ, വിഷു, ഓണം ഇവിടെ നിന്ന് പരിചി ഒഴിവാക്കിയിരുന്ന എന്റെ മക്കൾക്കാണെങ്കിൽ തുണി പരുത്താൻ നിന്നില്ലേ? ഞാനും അധ്വാനിച്ചിട്ട് തന്നെ. എന്ത് നാല് ചക്ര അടിച്ചിട്ടാ? ഈ 4 ചക്ര എങ്ങനെ ജീവിച്ച് കാണിക്കണം. അതാണ് വാശി. അല്ലാണ്ട് അവിടെ ഇവിടെയും പോയിട്ട് എന്റെ കുറ്റം പറഞ്ഞിട്ട് ഇതേമത്തെ സംഘടനയ്ക്ക് വിളിച്ചു വരുത്തല്ലേ വേണ്ടി. ജീവിച്ച് കാണിക്കണം. നേതൃത്വം വിളിച്ചു വരുത്തിയത് എന്തുകൊണ്ടാണ്? ഞാൻ വിളിച്ചിടത്തേക്ക് മേഡം ഇയാൾ വരികയല്ല. എന്തിനു വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയതല്ലേ? തലാഖല്ലേ